തീർച്ചയായിട്ടും പുതുമുഖങ്ങൾക്ക് അവസരം കൊടുക്കണ്ടേ, ചെറുപ്പക്കാർക്ക് അവസരം കൊടുക്കണ്ടേ, വനിതകൾക്ക് വേണ്ട പ്രാതിനിധ്യം കൊടുക്കണ്ടേ? അപ്പൊ അതെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് കാര്യങ്ങൾ നടന്നിട്ടുള്ളത്. അവര് കഠിനാധ്വാനത്തിന്റെ പാത തെരഞ്ഞെടുക്കണം. മന്ത്രിയാകുക എന്ന് പറഞ്ഞാൽ കഠിനാധ്വാനം തന്നെയാണ്, ഒരു സംശയവുമില്ല. ആ കഠിനാധ്വാനത്തിലൂടെ ജനങ്ങൾ അർപ്പിച്ചിരിക്കുന്ന വിശ്വാസം പൂർണ്ണമായും സംരക്ഷിക്കാനുള്ളതാണ് എല്ലാവരുടെയും കടമ. പിന്നെ നമ്മളെ അധികാരത്തിലേറ്റ് ജനങ്ങളുടെ താല്പര്യം, പ്രവർത്തകരുടെ താല്പര്യം, ഇതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കണം. ഈ കഴിഞ്ഞ ദിവസം തമിഴ്നാട്ടിൽ സത്യപ്രതിജ്ഞ ഉണ്ടായിരുന്നു. അപ്പോൾ വേദിയിൽ രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കൾ ഉണ്ടായിരുന്നു. ഇത്തവണ അങ്ങനെ ഉണ്ടാകുമോ? അതിന്റെ വിശദാംശം അല്ല, അതൊക്കെ ആഗ്രഹിക്കും, ആഗ്രഹങ്ങളുണ്ടാവും, അത് സ്വാഭാവികമാണ്. രാഷ്ട്രീയത്തിൽ നമ്മളല്ലല്ലോ തീരുമാനം പലപ്പോഴും, നമ്മുടെ പാർട്ടിയല്ലേ. എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ പാർട്ടി എന്ത് പറഞ്ഞാലും അത് കേൾക്കുന്ന ഒരു പാരമ്പര്യമാണ് എനിക്ക് ഇന്ന് മുതൽ. 26ാമത്തെ വയസ്സിൽ MLA ആയ ആളാണ് ഞാൻ. 28ാമത്തെ വയസ്സിൽ കേരള ചരിത്രത്തിൽ ആദ്യമായി ഏറ്റവും പ്രായം കുറഞ്ഞ മന്ത്രിയാണ്. ഇന്നുവരെ ആരും ആ റെക്കോർഡ് ഭേദിച്ചിട്ടില്ല. അപ്പൊ അന്ന് മുതൽ പാർട്ടി എനിക്ക് ധാരാളം അവസരങ്ങൾ നൽകിയിട്ടുണ്ട്. അതെല്ലാം ചിലപ്പോൾ നമ്മൾ രാഷ്ട്രീയത്തിൽ ഉയർച്ചയുണ്ടാകും, താഴ്ചയുണ്ടാകും. അതെല്ലാം ഇതിന്റെ ഭാഗമായി വ്യക്തിജീവിതത്തിൽ ഉണ്ടാവില്ലേ? അപ്പൊ ഇതെല്ലാം അതിന്റെ ഭാഗമായി കണക്കാക്കുക. പക്ഷെ ജനങ്ങൾ ഏൽപ്പിച്ച ഉത്തരവാദി ഇത്തവണ എന്റെ മണ്ഡലത്തിൽ നിന്ന് 23,777 വോട്ടിനാണ് ഞാൻ ജയിച്ചത്. എന്റെ മണ്ഡലം ഒരു ഇടതുപക്ഷ മണ്ഡലമാണ്. എപ്പോഴും ഞാനാണ് ആദ്യത്തെ കോൺഗ്രസ് MLA. 6ാം തവണയാണ് എന്നെ അവിടുത്തെ ജനങ്ങൾ വിജയിപ്പിക്കുന്നത്. ഓരോ തവണയും എന്റെ ഭൂരിപക്ഷം വർദ്ധിക്കുകയാണ്. 6ാം തവണ ഞാൻ മത്സരിച്ചപ്പോഴും 23,777 വോട്ടിന് എന്നെ ജയിപ്പിച്ചു. അപ്പൊ അത് ജനങ്ങൾക്ക് എന്നിലുള്ള വിശ്വാസമാണ്. അപ്പൊ ആ വിശ്വാസം കൂടി കണക്കിലെടുത്ത് പ്രവർത്തിക്കേണ്ടത് എന്റെ ഉത്തരവാദിത്തമാണ്. ഇതിനെല്ലാം എനിക്ക് ശക്തി നൽകുന്ന എന്റെ പാർട്ടിയും സാധാരണ പാർട്ടി പ്രവർത്തകരാണ്. വാസ്തവത്തിൽ ഈ 10 വർഷക്കാലം ഈ നാട്ടിൽ കോൺഗ്രസിന് വേണ്ടി പണിയെടുത്ത് ജയിലിൽ പോയി മർദ്ദനം സഹിച്ച ധാരാളം ചെറുപ്പക്കാരും പാർട്ടി പ്രവർത്തകരുമുണ്ട്. യാതന സഹിച്ചവരുണ്ട്, മാസങ്ങളോളം ജയിലിൽ കിടന്നവരുണ്ട്. അവരുടെ കരുത്താണ് ഈ തെരഞ്ഞെടുപ്പ് വിജയം. അവരാണ് ഈ തെരഞ്ഞെടുപ്പിന് വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ളത്. അപ്പൊ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച് 10 വർഷം പ്രതിപക്ഷത്ത് നിന്ന് പോരാടിയ മുഴുവൻ ആളുകളെ ഞാൻ അഭിവാദ്യം ചെയ്യുന്നു. അവരുടെ വിജയമാണിത്. ആ പോരാട്ടം നടത്തിയ പ്രവർത്തകരെ ഒരിക്കലും മറക്കാതെ അവരെ ചേർത്ത് പിടിച്ചുകൊണ്ടായിരിക്കും ഞാൻ മുന്നോട്ട് പോകുന്നത്.